ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഓക്കെ, ശുക്രൻ. അപ്പൊ ഞാൻ മൈക്ക് ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്, സിസ്റ്റത്തിൽ നിന്നാണ് പറയുന്നത്. കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോ ആദിത്യം എന്നുള്ളത് ഉറക്ക് തൂക്കാനുള്ളതാണ്, ഉറക്കം തൂക്കൽ ഒഴിവാക്കാനുള്ളതാണ്. പിന്നെ മഹാതൃക്ക് തലവേദനക്ക് ഉപയോഗിക്കാം. ലൂക്കോറിയ സ്ത്രീകളുടെ വെള്ളപ്പോക്ക് എന്നുള്ള അസുഖത്തിന് ഉപയോഗിക്കാം. ഇനി ഇന്ന് മുതിർന്ന് പറയുന്നത് ബാക്കി ഭാഗമാണ് ഇൻഷാ അല്ലാഹ്. ഇവിടുന്ന് ശുചിമുദ്ര. ശുചിമുദ്ര എന്നുള്ളത് നമ്മുടെ ആന്തരിക അവയവങ്ങൾ അത് ശുചിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ചെയ്യേണ്ട രൂപം ഇരു കൈകളാലും മുഷ്ടി ഉണ്ടാക്കുക. മുഷ്ടി ഉണ്ടാക്കി നെഞ്ചിലേക്ക് ചേർത്തി വെക്കുക. മുഷ്ടി ഉണ്ടാക്കൽ ഇങ്ങനെയാണ്. കൈ ഇങ്ങനെ പിടിച്ചാല് ഇതാണ് മുഷ്ടി ഉണ്ടാക്കുന്ന രൂപം. അങ്ങനെ പിടിച്ചതിന് ശേഷം ചൂണ്ടുവിരൽ മുകളിലേക്ക് ഉയർത്തുക. ചൂണ്ടുവിരൽ മാത്രം മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലത് കൈ മുന്നിലേക്ക് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട്, അതായത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് മുകളിലേക്ക് ഉയർത്തിയിട്ടല്ല ഉണ്ടാകുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് കൈ മുന്നോട്ട് കൊണ്ടുവരിക. വലത് കൈ മുന്നോട്ട് കൊണ്ടുവരിക. പിന്നെ തിരിച്ചു കൊണ്ടുപോവുക. ശേഷം ഇടത് കൈ മുന്നോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെയാണ് അതിന്റെ രൂപം. അതായത് ഈ മുഷ്ടി പിടിക്കുന്നതോടൊപ്പം ഈ കൈയിന്റെ മസിലുകൾ കൂടി ചലനാത്മകമാകുന്ന, അതിലൂടെ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഇതുകൊണ്ടുണ്ടാക്കുന്ന ഒരു മാറ്റം അത് കാണാം. രൂപമാണിത്. അതായത് മുഷ്ടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മുഷ്ടി ഉണ്ടാക്കി ചൂണ്ടുവിരൽ മാത്രം ഉയർത്തി, എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ നെഞ്ചത്തേക്ക് വെക്കുക. വലതുമായി മാത്രം കൊണ്ടുപോകുക, മുന്നോട്ട് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക. വലത് കൈ മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് എന്ത് ചെയ്യുക? തിരിച്ചു കൊണ്ടുപോവുക. ഇടത് കൈ മുന്നോട്ട് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക. ഇതാണ് ചെയ്യേണ്ട രൂപം. ശുചിമുദ്ര എന്നാണ് അതിന്റെ പേര്. വൻകുടലിനെ ശുദ്ധീകരിച്ച് മലബന്ധം ഇല്ലാതാക്കുന്നു. വിട്ടുമാറാത്ത മലബന്ധമുള്ളവർ ദിവസം 4 വട്ടം 12 തവണ ചെയ്യാം. 12 തവണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 12, അതാണ് അതിന്റെ 12. 4 നേരം ചെയ്യാം, 4 സമയം. ചെറിയ രീതിയിലൊക്കെ മലബന്ധമുള്ളവരാണെങ്കിൽ 2 നേരം ചെയ്താൽ മതി. ഞാന് പിന്നെ ഇതിൽ കഴിഞ്ഞ ഒരു ബാച്ചില് കുറഞ്ഞ ക്ലാസ്സുകൾക്ക് മാത്രം പങ്കെടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. വിദേശത്ത് ഉള്ള സുഹൃത്താണ്. അദ്ദേഹം പിന്നെ എന്നോട് പറഞ്ഞു, 5-8 വർഷമായി ഒരു രുചികരമായ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. മുട്ട കഴിക്കാൻ പറ്റില്ല, ഇറച്ചി കഴിക്കാൻ പറ്റില്ല, മീൻ കഴിക്കാൻ പറ്റില്ല. അവ വല്ലതും കഴിച്ചാൽ മലം ഒരു പ്രത്യേക കളറിലാകും, മലം പോകാൻ ബുദ്ധിമുട്ടാണ്, മാനസികമായി ഡിപ്രഷൻ ആകും, ആകെ ഡിസോർഡർ ആകും. അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ ഇതിൽ ചില മുദ്രകൾ കാണിച്ചു കൊടുത്തു, മുദ്രകൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അത് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ആശ്വാസമുണ്ട്. 2ാമത്തെ ആഴ്ച പറഞ്ഞു പിന്നെ ഇപ്പൊ അത്യാവശ്യം ഭക്ഷണം കഴിച്ചാലും ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥിതി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഒരുപാട് പേര് ഒരുപാട് മെഡിസിൻ കഴിക്കുന്നുണ്ട് അദ്ദേഹം, എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരു ഭക്ഷണവും കഴിക്കാൻ കഴിയില്ല. പക്ഷെ മുദ്രകൾ ചെയ്യുന്ന സമയത്ത്, മുദ്രകൾ പലപ്പോഴും ഇത്തരം മുദ്രയൊന്നും വേണ്ട, തത്വമുദ്രകൾ ചെയ്യുമ്പോൾ തന്നെ ഈ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഒരു നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രതീക്ഷ തരുന്ന ഒരു വിഷയം. യാത്ര ചെയ്താൽ ഉണ്ടാകുന്ന മലബന്ധം മാറാൻ രാവിലെ കിടക്കയിൽ കിടന്ന് ഒരു 6 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ
ആശ്വാസം ഉണ്ടാവും. ഇതിന്റെ കൂടെ മുഷ്ടി ചെയ്യാം. നേതൃഗുണം അച്ചടക്കം സാധ്യമാകുന്നു. നേതൃഗുണം അച്ചടക്കം എന്നിവ സാധ്യമാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ വയറിന് അസ്വസ്ഥത ഉണ്ടായാൽ ആൾ എപ്പോഴും ഡിസോർഡർ ആവുകയും ആൾ അസ്വസ്ഥനാവുകയും സ്വഭാവ ദൂഷ്യം കാണിക്കുകയൊക്കെ ചെയ്യും. വയറ് സ്വസ്ഥമായാൽ, അത് വയറ് നിറച്ച് കിട്ടുക എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, വയറ് സ്വസ്ഥമാവുക, ദഹനം സ്വസ്ഥമാവുക, വയറിന്റെ പ്രക്രിയകൾ സ്വസ്ഥമാവുക വളരെ പ്രധാനപ്പെട്ട, ആരോഗ്യത്തെയും മനസ്സിനെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇനി അടുത്തതാണ് മുഷ്ടി. ചുരുട്ടിപ്പിടിച്ച കൈ എന്നാണ് മുഷ്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇരു കൈകളും ചുരുട്ടി മുഷ്ടി ഉണ്ടാക്കുക. മോതിര വിരലിനെ തള്ളവിരൽ കൊണ്ട് അമർത്തുക. ഒരു 15 മിനിറ്റ് ചെയ്യുക. അങ്ങനെ ദിവസം 3 നേരം ചെയ്യുക. അതിന്റെ രൂപം കാണിക്കുക. ഇതാണ് കൈ ഇങ്ങനെ പിടിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, മോതിര വിരലിന്റെ മുകളിൽ തള്ളവിരൽ കൊണ്ടുവരും. ഇതാണ് രൂപം. മലബന്ധം സുഖപ്പെടുത്താൻ, കരളിന്റെ അസുഖം പരിഹരിക്കാൻ, ദഹനേന്ദ്രിയ വ്യൂഹം ശക്തി പ്രാപിക്കാൻ, ശുചിയുടെ മറ്റൊരു ഭാഗമായിട്ട് ഇത് ഉപയോഗിക്കും. ആമാശയത്തെയും കരളിനെയും പാൻക്രിയാസിനെയും ഉടലുകളെയും ശാക്തീകരിക്കും. ദേഷ്യം കൊണ്ടോ മാനസിക സമ്മർദ്ദം കൊണ്ടോ ഉള്ള ദഹനമില്ലായ്മ സുഖപ്പെടുത്തും. ചിലർക്ക് ദേഷ്യം പിടിച്ച ദഹനമൊക്കെ ഡിസോർഡർ ആവും. ദഹന സംബന്ധമായ മുഴുവൻ പ്രശ്നത്തിനും മുഷ്ടിമുദ്ര നല്ലതാണ്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ഭാഗം, ഒരു കുറഞ്ഞ ഭാഗങ്ങൾ കൂടെ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇന്നലെ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഓരോ മുദ്രക്കും സ്പെഷ്യലായിട്ട് ടൈപ്പിംഗ് തയ്യാറാക്കിയിട്ട് അത് ഓരോന്നിനും വേറെ വേറെ PDF, ഓരോ മുദ്രയുടെയും വേറെ വേറെ PDF വായിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കുന്നുണ്ട്. അതിൽ ഇന്നലെ പറഞ്ഞതിന് ശേഷം തത്വമുദ്രകളുടേത് ഇന്നലെ ചെയ്ത് തീർത്തു വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ബാച്ച്, അടുത്ത ഒരു ബാച്ച്, അതായത് 4ാം ബാച്ച് അവസാനിക്കുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചക്കുള്ളിലായിട്ട് ഇത് പൂർണ്ണമായിട്ടും ഓരോ മുദ്രയുടേതും വേറെ തന്നെ സെപ്പറേറ്റ് ആക്കിയിട്ട് PDF നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ എളുപ്പം ആകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കിട്ടിയാൽ ഒരാശ്വാസമായിരിക്കും തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. ഇതാണ് ഒന്നാമത്തെ മുദ്ര, ഇതിലെ തുടക്കത്തിലെ 4ാം ഭാഗം. മുഷ്ടി രൂപപ്പെടുന്ന വിധം ലിംഗമുദ്ര എന്നാണ് പറയാ. മുഷ്ടി രൂപപ്പെടുന്ന വിധം കൈകൾ ചേർത്ത് പിടിച്ച് വിരലുകൾ തമ്മിൽ കോർത്തു പിടിക്കുക. തള്ളവിരൽ ഉയർത്തിപ്പിടിക്കുക. ഈ വിരലിന്റെ ആരംഭ ഭാഗത്ത് മറു തള്ളവിരൽ കൊണ്ട് അമർത്തുക. ഇതാണ് ആ രൂപം. അതായത് നമ്മൾ നേരത്തെ ഒരു മുദ്രക്ക് ഇത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് പിന്നെ ചൂണ്ടുവിരലിന്റെ മുകളിൽ അമർത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം എന്ത് ചെയ്യുക, ഇത് തള്ളവിരൽ ഉയർത്തുന്നതാണ് ഇതിന്റെ രൂപം. കൈകൾ ചേർത്ത് പിടിച്ചതിന് ശേഷം വിരലുകൾ തമ്മിൽ കോർത്തു പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, തള്ളവിരൽ ഏതെങ്കിലും ഒന്ന് ഉയർത്തി പിടിക്കുക. മറ്റേ വിരല് എന്ത് ചെയ്യുക, മറ്റേ വിരലിന്റെ, അതായത് ഈ വിരലിന്റെ ആരംഭ സ്ഥാനത്ത് മറു തള്ളവിരൽ കൊണ്ട് അമർത്തുക. അതായത് ഇപ്പൊ ഇതാണ് പൊക്കിയതെങ്കിൽ മറ്റേ വിരലുകൊണ്ട് ഈ ഉയർത്തിയ തള്ളവിരലിന്റെ അടിഭാഗത്ത് ചെറുതായിട്ട് പ്രസ് ചെയ്യും. മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും അല്ലെ കരീം സാർ? ചെറിയൊരു അവ്യക്തതയുണ്ട്, ഒന്നും കൂടി പറഞ്ഞു. അതായത് നമ്മുടെ കൈ കോർത്തു പിടിക്കുന്നു. കൈ കോർത്തു പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ രൂപം. ഓക്കെ അല്ലേ? അതിനുശേഷം ഒരു തള്ളവിരൽ പൊക്കുന്നു. ഈ തള്ളവിരലിന്റെ അടിഭാഗത്ത് മറു തള്ളവിരൽ കൊണ്ട് പതുക്കെ എന്ത് ചെയ്യുന്നു, പ്രസ് ചെയ്യും. അധികം ഓവർ ടൈറ്റ് ആക്കുകയും ചെയ്യരുത്, പറ്റ സോഫ്റ്റും ആകരുത്. മിതമായ രീതിയിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഇതാണ് ഫോട്ടോ കണ്ടാൽ മനസ്സിലാക്കും ലിംഗം. ഈ മുദ്ര ശരീരത്തിൽ വളരെ വേഗം താപം ഉൽപ്പാദിപ്പിക്കുന്നു. തണുത്ത കാലാവസ്ഥയിൽ ഈ മുദ്ര ചെയ്താൽ നല്ല ആശ്വാസം ഉണ്ടാകും.
സൂര്യമുദ്രയാണ് തത്വമുദ്രയിൽ ഈ ആശയമുള്ള മുദ്ര. ജലദോഷം, ചുമ, സൈനസൈറ്റിസ് എന്നിവക്ക് പെട്ടെന്ന് ഫലം കാണുന്ന മുദ്രയാണ്. കെട്ടിക്കിടന്ന കഫം ഇളകും. പഴക്കമുള്ളതിന് കുറച്ച് സ്ഥിരമായി ചെയ്താൽ നല്ല ആശ്വാസം ഉണ്ടാകും. എപ്പോഴും പാദങ്ങൾ തണുത്തിരിക്കുന്നവർക്ക് ഇത് കുറച്ചധികം ദിവസം സ്ഥിരമായിട്ട് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാകും. രക്തസമ്മർദ്ദം ക്രമീകരിക്കും. സ്ഥിരമായി ജലദോഷമുള്ളവർ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പും രാത്രി കിടക്കുന്നതിന് മുമ്പും ഇത് ചെയ്യാം. കൊഴുപ്പ് കുറച്ച് അമിതവണ്ണം കുറക്കാൻ ഇത് ഉപകരിക്കും. ഉയർന്ന ചൂട് കാലാവസ്ഥയിൽ ഇത് ചെയ്യരുത്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ ഇത് ചെയ്യരുത്. പ്രഷർ കൂടുതലുള്ള ആൾക്കാർ, എപ്പോഴും ഹൈ പ്രഷർ ഉള്ള ആൾക്കാർ ഇത് ചെയ്യരുത്. വായ്പുണ്ണുള്ളവരും ഇത് ചെയ്യരുത്. ഇത് 15 മിനിറ്റ് വീതം 3 തവണയാണ്, ഒരു ദിവസം 3 നേരമാണ് ചെയ്യേണ്ടത്. അത് കുറക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. എങ്ങനെ ഞാൻ ഈ പറഞ്ഞതിന്റെ ടൈപ്പിങ്ങിൽ മിസ്സായതാണ്. ഇത് പോയപ്പോ മിസ്സായതാണ്. ഇൻഷാല്ലാ അതിന്റെ സൈഡ് വേറെ വരുന്നുണ്ട്. പക്ഷെ ഇതില് കുറച്ചും കൂടെ കൂടുതൽ ഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് ഇതന്നെ കാണിച്ചാൽ ഇത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പോ എന്ത് ചെയ്യുന്നു, ഇതിൽ കുറച്ച് വശങ്ങൾ ഇന്നത്തേൽ കുറച്ച് വശങ്ങൾ കൂടുതൽ കാണിക്കാൻ എഴുതിയിട്ട് വെച്ചത് ഇതന്നെ വെച്ചത്. ഇനി അടുത്തത് ഇതാണ് കാതി. ഇടത് കൈപ്പത്തി വലത് കക്ഷത്തിലും വലത് കൈപ്പത്തി ഇടത് കക്ഷത്തിലും വെക്കുക. കൈപ്പത്തികൾ കക്ഷം കൊണ്ട് അമർത്തി ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ തണുപ്പിലൊക്കെ പിടിക്കുന്ന ഒരു രീതിയില്ലേ, ഇതാണത് രൂപം. കൈപ്പത്തി വരേണ്ടത് വിരലുകളാണ് കക്ഷത്ത് നന്നായി പ്രസ് ചെയ്യപ്പെടേണ്ടത്. 15 മിനിറ്റ് വീതം തന്നെയാണ് ഇതും വെട്ടുന്നത്. ഇത് തണുത്ത കാലാവസ്ഥയിൽ ചൂട് ഉൽപ്പാദിപ്പിക്കും. അടഞ്ഞ മൂക്കുകൾ തുറക്കാൻ ഇത് സഹായിക്കും. ജലദോഷം, ചുമ, സൈനസൈറ്റിസ് ഇവക്ക് നല്ല പരിഹാരം പെട്ടെന്നുണ്ടാകും. സിമ്പിളാണ്, നല്ല പരിഹാരം ഉണ്ടാകും. ആസ്തമക്കും ഇത് ഉപയോഗിക്കാം. സുഷുമ്ന നാഡിയെ തുറപ്പിക്കുന്നതിനാൽ സമാധിയിൽ വളരെ ഉപകാരപ്രദമാണ്. എന്ന് പറഞ്ഞാല് പിന്നെ ശ്രദ്ധ വളരെ കുറയുക, തലവേദന കൊണ്ട് ആകെ അസ്വസ്ഥനായിരിക്കുക, അത്തരം സമയത്തൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ഇനി ക്ഷേപാൻ. ക്ഷേപാൻ എന്ന് പറഞ്ഞാല് എന്റെ രൂപം 2 കൈകളിലെയും വിരലുകൾ തമ്മിൽ കോർത്തു പിടിക്കുക. ചൂണ്ടുവിരൽ നിവർത്തി തമ്മിൽ ചേർത്ത് പിടിക്കുക. ഇരുന്നോ കിടന്നോ ചെയ്യുമ്പോൾ ചൂണ്ടുവിരൽ താഴേക്ക് ചൂണ്ടുക. കാണിക്കാം, ചിത്രം കാണിക്കാം. ഇതാണ് രൂപം. സിസ്റ്റത്തില് നേരത്തെ ഞാൻ റെക്കോർഡിങ്ങിന് സ്ഥലം അനുവദിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് അത് റെക്കോർഡിങ്ങിലേക്ക് കൊടുത്തത് കൊണ്ട് പറ്റിയതാണ്. സോറി കേട്ടോ. ഏതായാലും റെക്കോർഡിങ് ഒഴിവാക്കി.